അസ്സലാം വലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഫറൂഖ് പേട്ട തുമ്പപ്പാടത്ത് കൊളങ്ങര അല്ലേ, കൊളങ്ങര നൗഫൽ എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് ഉള്ളത്. നമ്മളെ പിന്നെ ഒരു സുഹൃത്ത് വിളിച്ചത് തന്നെയാണ്. എന്തായാലും ഒരു പാമ്പ് മൂർഖൻ ഉണ്ടെന്നാ പറഞ്ഞ് വിളിച്ചത്. ഞാൻ എന്തായാലും വന്ന് നോക്കി, മൂർഖൻ തന്നെയാണ്. കുഴപ്പമില്ലാത്ത ഒരു മൂർഖൻ തന്നെ, തെറ്റില്ലാത്ത മൂർഖൻ തന്നെയാണ്. അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് പോന്നോട്ടെ. ഇതാണ് സാധനം, ഒരു അടിപൊളി സാധനമാണ്. നല്ല 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 മുറ്റു മൂർഖൻ തന്നെയാണ്. നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല അല്ലേ, കാണില്ലേ വീഡിയോയില്? അടിപൊളി സാധനം. അപ്പൊ ഞാൻ ഇനി അതിനെ എന്തായാലും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. നിങ്ങൾ ലേശം ബാക്കോട്ട് നിന്നോളി. വീഡിയോ എടുക്കണതിൽ കറക്റ്റ് പിടിച്ചോളി. ഈ ചാക്കും സഞ്ചൊക്കെ ഏതാണിത്? നല്ല നല്ല സാധന, കുഴപ്പമില്ലാത്ത സാധന. ഓ അടിപൊളി സാധന. പാമ്പിനെ പിടിക്കുന്നതിന് മുന്നായിട്ടേ എന്റെ കണ്ണാട ക്ലിയർ ആയിക്കട്ടെ, മറ്റു പാമ്പ് ഡബിളായി തോന്നിക്കോളാം, അതുകൊണ്ടാണ് അങ്ങനെ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കണ്ണ് പാടിട്ടേ. അപ്പൊ എന്തായാലും ഞാൻ അതിന് എടുത്താട്ടെ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് ഓടും പാച്ചിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വേറെ ഇതൊന്നുമില്ലല്ലോ, പായില്ലല്ലോ അല്ലേ? അങ്ങനെ പായൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തോളാം കേട്ടോ. നല്ല മൂർഖനാ, അടിപൊളി മൂർഖനാ. ഓ അല്ല, അത് ഞാൻ നോക്കിയോളാം. നിങ്ങള് ഞാൻ പറഞ്ഞ മാതിരി നിന്നാ മതി കേട്ടോ. പാമ്പിനെ ഞാൻ എടുത്തോളാം കേട്ടോ. അടിപൊളി സാധനം അല്ലേ? ഉഗ്ര സാധനം അല്ലേ? അടിപൊളി സാധനം. എന്താ സാധനം? ഇതിന്റെ കടിയൊന്ന് ഏറ്റുകയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാട്ടോ. അല്ല, പുല്ലാനിന്റെ കണക്കില്ല, മൂർഖനാണ്. ഒറ്റടാ താങ്ങിട്ട് കിട്ടണില്ല. സൂപ്പർ സാധന. ഓ കഴിച്ചിലായി പോയി. ഓ അതാ വായന. അടിപൊളി സാധന. ഗംഭീര സാധനം. അതിനെ മൂട് പൊട്ടിച്ച് പോലെ വയ്ക്കും. നല്ല സാധനം. ഇതിന്റെ കടിയൊന്നും ഏറ്റാലേ സംഭവം കഴിച്ചിലാകാൻ സാധ്യത കുറവാ. ഇഞ്ചിലായാലും നിന്നോളൂ. സഞ്ചി തൊട്ടോ അടിയിട്ടു. നമ്മളിങ്ങനെ കെട്ടുമ്പോ മറിഞ്ഞടിക്കുമോ, അത് നോക്കണോ. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്തായാലും വീഡിയോ ഉഷാറായിട്ട് എടുത്തിട്ടില്ലേ അല്ലേ? ഇപ്പോൾ പിന്നെ പാമ്പുണ്ടാവും, നമ്മൾ വളരെ ശ്രദ്ധിക്കുക. എന്താ കാരണം എന്നറിയോ? പിന്നെ ഏറ്റിങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്തതാണ്. അപ്പോൾ അത് ചവിട്ടരുതേ. വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിടുക. വീടിന്റെ മേലേക്കുള്ള കൊമ്പ് ചില്ലി ഓലകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി ഒഴിവാക്കുക. ഒക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ. പിന്നെ ഈ സൈക്കിളൊന്നും കൊണ്ടുപോയിട്ടേ കരന്റെ വേക്കിലൊന്നും കൊണ്ടുപോയി ചാരി വെക്കരുത്. ജനാല തുറക്കണ ജനാലിന്റെ വേക്കിലേ സൈക്കിള് സ്കൂട്ടർ മറ്റൊന്നും ചാരി വെക്കരുത് കേട്ടോ. ഈ വലയിടണ ഇപ്പം തന്നെ നായി കയറണേനാ. ഈ വല ഇട്ടാലാണ് ഈ നായും പൂച്ചയും നൂണ്ട് കയറിക്കള. മനസ്സിലായി? കയ്യിന് ഓപ്പണാക്കി ഇടുകയാണ് നല്ലത്. ഓപ്പണാക്കി ഇട്ടിട്ടാണെങ്കിൽ എല്ലാം കയറില്ല.
കാരണം ഈ സാധനം ഇടുമ്പോഴേ നൂണ്ട് കയറാൻ നോക്കും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. പണ്ട് കാലത്ത് ഇപ്പൊ നമ്മള് പിന്നെ ഇതേമാതിരി വലിയും കാര്യമൊന്നും വെച്ചിട്ടൊന്നും ചെയ്യണല്ലോ. ആവശ്യമില്ലാത്ത പുല്ലും ചെടികളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ടോ. ഇതൊക്കെ വലിയ ഡേഞ്ചറാ. ഈ പാമ്പിന്റെ കഥ കണ്ടില്ല നിങ്ങള്? എന്തെങ്കിലും കാരണവശാലും ഒന്ന് കടിയേറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും രക്ഷപ്പെടാൻ സാധ്യത കുറവാ. കടിക്കുകയാണ്, അമ്മാതിരി കടിയത് കടിക്കുക. ഇതൊക്കെ അറിയുകയാണെങ്കിൽ ചെറിയൊരു കിങ്ങിന്റെ കടി ഏൽക്കണവരെയാ, രാജഗോപാലിന്റെ കടി ഏൽക്കണ പവർ തന്നെ ഉണ്ടാവും ഈ മൂർഖന്റെ കടിയൊക്കെ ഏറ്റാല്. അപ്പൊ എന്തായാലും വളരെ ശ്രദ്ധിക്കണം. അല്ല, നമ്മള് അങ്ങനെ പുല്ലാനിന്റെ കണക്ക് നമുക്കൊക്കെ ഒരു മൂർഖനേ ഉള്ളൂ. അപ്പൊ ഈ 4 വീഡിയോ നമുക്ക് ഇത്ര മതി. പോരെ, കട്ട് ചെയ്ത.